ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഈ പഴച്ചെടികളും പൂച്ചെടികളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ടെറസിൽ നിൽക്കുന്ന വ്യത്യസ്ത ഇനം ഓറഞ്ചുകളും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച ഓറഞ്ച് ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ വിലയും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതെന്ന് പറയുന്നതേ ഏതാ സാധനം? ഇത് മാൻഡ്രിനാണേ, മാൻഡ്രിൻ ഓറഞ്ചാണ്. ഇത് നമ്മൾ വാങ്ങിച്ചത് മിറാക്കിൾ ഫാം ഹൗസ് തൃശ്ശൂരിൽ നിന്നാണ്. മിറാക്കിൾ ഫാം ഹൗസ് നേരത്തെ കട്ടപ്പന മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. കറുകുറ്റിയിൽ ഇവരിപ്പം പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് തൃശ്ശൂരല്ല കേട്ടോ, കറുകുറ്റിയാണേ. കറുകുറ്റി എന്ന് പറഞ്ഞാൽ അങ്കമാലിയുടെ അടുത്തൊക്കെ ഉള്ളൊരു ഭാഗമാണ്. അപ്പം ഇത് കട്ടപ്പനയായിരുന്നു. അപ്പം ഞാൻ പല തവണ അവിടെ വരെ പോയി മേടിക്കണം. പക്ഷെ നല്ല ദൂരമാണ്, പിന്നെ വളവും തിരിവും ഒക്കെ ഉള്ള റോഡാണ്. അങ്ങനെ നമുക്കിത് പോകാനൊരു മടിയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് മേടിക്കാതിരിക്കണം കേട്ടോ. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് നന്നായി, അതുകൊണ്ട് ഇങ്ങനെ ഇത് മേടിക്കാനായിട്ട് പറ്റിയത്. ഇത് മാൻഡ്രിനാണേ. അവരുടെ പാക്കിങ് കണ്ടോ, ഒട്ടും മണ്ണൊന്നും ഇളകി പോകാത്ത വിധത്തിൽ നല്ല കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് തരും കേട്ടോ. അപ്പം ഇത് മാൻഡ്രിനും, പിന്നെ ഇതാ ഞാൻ വാങ്ങിച്ചത്, ഇത് ബാരി സ്വീറ്റ് മാൾട്ടായാട്ടോ. മാൾട്ട ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുസാമ്പി പോലെയൊക്കെയുള്ള ഒരു ഓറഞ്ച്. നമുക്ക് ജ്യൂസ് അടിക്കാനാണ് കൂടുതൽ നല്ലത്, അല്ലാതെ തിന്നാനും കൊള്ളാം. ഇത് നല്ല മധുരം ഉള്ളതാണ്. പല ആൾക്കാരും അവിടെ ചെല്ലുമ്പോൾ റിവ്യൂ ചെയ്യുന്നത് യൂട്യൂബ് ചാനലുകളിലൊക്കെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെയാണിത് മധുരം ഉള്ളതാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഈ ബാരി സ്വീറ്റ് ഒരെണ്ണം കൂടെ മേടിച്ചത്. അപ്പം നമുക്ക് ഇത് ഇതുപോലെ തന്നെ വെക്കാം. അധികം താമസിയാതെ ഇതിലൊക്കെ ഉണ്ടായി തുടങ്ങുമായിരിക്കും. അപ്പം നമുക്ക് മധുരം ഉള്ളതാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പം ഈ രണ്ട് ഓറഞ്ചുകളാണ് മേടിച്ചത്. ഇനിയിപ്പോൾ ഇവരെ നട്ടുപിടിപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാവേ. വാ, ഇത് കണ്ടോ, ഈ രണ്ട് പാത്രം. അത് ഞാൻ നേരത്തെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുമല്ലോ. അപ്പം നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഈ ചട്ടികൾ ഇങ്ങനെ നിറച്ചു വെച്ചിരുന്നതാണ്. കാലിയായിട്ട് കിടന്നത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളി നടാൻ വന്നപ്പോഴേ കൂടുതൽ ഉള്ളിവിത്തുണ്ടായിരുന്നത് കൊണ്ട് അവരെ ഞാൻ ഇതുപോലത്തെ പാത്രങ്ങൾക്കകത്തൊക്കെ നട്ടു. അപ്പം നിങ്ങൾ കണ്ടതാണല്ലോ, ഞാൻ ഈ ബാരി സ്വീറ്റും ഒക്കെ ഓറഞ്ച് മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡയമണ്ട് എന്ന് പേര് കൂട്ടിയിട്ടുള്ള ഒരു പേരക്കയുടെ ചെടിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവരെ ഇതിനകത്തും അതിനകത്തുമായിട്ട് നട്ടുപിടിപ്പിക്കാം. അപ്പം ഞാൻ ഇവിടോട്ട് അങ്ങ് വെക്കുവാണേ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം കൃത്യമായിട്ട് അങ്ങ് ഒഴിച്ചു പോയാൽ മതി. അപ്പം ഇതിൻ്റെ വിളവെടുത്ത് കഴിയുമ്പം ഇതിനകത്തോട്ട് നടാം. ഇപ്പം അതൊക്കെ ചിലപ്പോൾ ഉള്ളിയായിട്ട് ഇതൊക്കെ കണ്ടോ, ഉള്ളി വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇത് ഒരെണ്ണം തന്നെ എത്രയാ, 1, 2, 3, 4, 5, 6, 7, 8, 9 പീസായിട്ട് മാറിയിട്ടുണ്ടേ. അതുപോലെ ഇത് കണ്ടോ, ഇതിൻ്റെ ചോട്ടിലും ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഉള്ളിയായി തുടങ്ങി. അപ്പം ഇനി വിളവെടുത്തിട്ട് ചെയ്യാം. ഉള്ളി നടുമ്പോൾ ഇതുപോലത്തെ പൂക്കൾ വന്നാലേ ഒടിച്ചു കളഞ്ഞോണം, എന്നാലേ നമുക്ക് വലിയ ഉള്ളികൾ കിട്ടത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമാണേ, അയ്യോ ഇതിൽ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി കിളി വന്ന്. ഇത് നമ്മുടെ എസ്കാർലറ്റ് മരമുന്തിരിയാണേ. ഇത് കണ്ട, ഇനിയിപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ട്. ഇത് കെട്ടിയിട്ടാലേ കിട്ടത്തുള്ളൂ. കുറച്ച് മുമ്പേ ഞാൻ ഇതിലെ വന്ന് നോക്കിയപ്പം ഇവിടെ ഒരു പഴം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അതിൻ്റെ വിത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. വിത്തിട്ടാലും കിളുക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു. കണ്ടോ, ഈ തൈയൊക്കെ ഇതിൻ്റെ വിത്ത് ഇവിടെ വീണ് കിടന്നിട്ടുണ്ടായിരിക്കുന്നതാണേ. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇത് എസ്കാർലറ്റിൻ്റെ തൈയാണ്, നിങ്ങൾക്ക് തരാം. പിന്നെ ഇവിടെ നിൽക്കുന്ന ഓറഞ്ചിൻ്റെ ചെടി എന്ന് പറഞ്ഞാൽ ഇതൊരു മുസാമ്പിയാണേ. ഇത് നല്ല മധുരമുള്ള മുസാമ്പി തന്നെയാണ്. ബാംഗ്ലൂർ മുസാമ്പി എന്ന് പറയും. ചെറിയ ചെറിയ ഇലകളുള്ളതാണ്, നമുക്ക് ധൈര്യമായി വാങ്ങിക്കാം. നല്ല മധുരമുണ്ട്. ഇത് ചൈനീസ് ഓറഞ്ച് എന്ന് പറയുന്നതാണ്. അത് ഓറഞ്ചാണ്, പക്ഷെ നല്ല പുളിയാണ്. ഓറഞ്ചിൻ്റെ മണമൊക്കെ ഉണ്ട്, പക്ഷെ പുളിയാണ്. ഇത് കണ്ടോ, നമ്മുടെ നാരകം കണ്ടോ, സീഡ്ലെസ് ലെമണാണ്. ഒറ്റ കുരു പോലും കാണത്തില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ് ഇത്. പിന്നെയും ഇത് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. അടുത്ത ആഴ്ച നമ്മൾ വിളവെടുക്കാൻ വരുമ്പോഴും ഒരു 2 എണ്ണമെങ്കിലും നമുക്ക് പറിക്കാനായിട്ട് ഇട്ട്. ഇത് കണ്ടോ, അതുപോലെ ഇത് ഇവിടെ കണ്ടോ, അങ്ങോട്ടെല്ലാം ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യത്തിനുള്ള ഓറഞ്ചല്ല നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതും അതുപോലെ ഈ വലിയ ചട്ടിക്കകത്ത് നിൽക്കുന്ന ഇതുപോലെ തന്നെ മാൾട്ട സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ഈ മാൾട്ട എന്ന് പറയുന്നതല്ല, എനിക്ക് തോന്നുന്നത് മൊസാമ്പി പോലെ ഓറഞ്ച് പോലെയൊക്കെ ആണെങ്കിലും മൊസാമ്പിയുടെ ടൈപ്പ് ആയിരിക്കും. അങ്ങനെ ഇതൊരു ഓറഞ്ച് ആണെന്ന് പറഞ്ഞ് മാൾട്ട ഓറഞ്ചാന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ച് നട്ടിരിക്കുന്നതാണ്. ഇത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, 3 എണ്ണം, ഇതൊരെണ്ണം, പിന്നെ ഇപ്പുറത്തോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് വേറൊരു ഓറഞ്ചാണ് കേട്ടോ. ഞാൻ ഈ പാത്രത്തിൽ കൊണ്ടുവന്ന് ഇതോടെ വെച്ചിരിക്കുവാണ് കണ്ടോ. ഇതുണ്ടായി പഴുത്ത് നമ്മൾ വിളവെടുത്ത് നോക്കുമ്പം നല്ലതാണെന്നുണ്ടെങ്കിൽ നിലനിർത്തുക, അല്ലെങ്കിൽ ചട്ടിക്കകത്തോ പാത്രത്തിനകത്തോ നട്ടുപിടിപ്പിക്കുക എന്നുദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഇതിവിടെ ഇതേപോലെ തന്നെ വെച്ചിരിക്കുവാണ്. ഇത്
കൽക്കട്ട സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിലുണ്ടായി പഴുത്ത് വിളവെടുക്കുമ്പോൾ നമുക്കറിയാം ഇതിന് മധുരം ഉള്ളതാണോ ഓറഞ്ചാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിലേ നട്ടുപിടിപ്പിക്കുന്നുള്ളൂ, വെറുതെ സ്ഥലം കളയേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മുടെ ഓറഞ്ചിന്റെ വിഭാഗത്തിൽപ്പെട്ട നാരകമാണ് കേട്ടോ. ഇതുണ്ടോ എന്തോരം നാരങ്ങയാണെന്ന് കണ്ടോ. ഇഷ്ടംപോലെ ചെറുനാരങ്ങ ഉണ്ടായി കിട്ടുന്ന ഒരു നാരകമാണിത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തോട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് കണ്ടോ ഒരു കുമ്പളത്തിൻ്റെ തൈ കിളുത്ത് വന്നതാണേ. ഇതുണ്ടോ. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഇനി അത് അവിടെ തന്നെ നിൽക്കട്ടെ. ഉണ്ടാകുവാണെങ്കിൽ 1-2 കുമ്പളങ്ങയൊക്കെ ആണല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാകുവാണെങ്കിൽ അത് വിളവെടുത്തതിന് ശേഷം അത് പറിച്ചു കളയാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴച്ചെടിയെ കൂടെയൊക്കെ കയറി ഒക്കെ കിടക്കും. ഇനി നമുക്ക് നോക്കാം. ഇതൊരു വലിയ പേരയാണ്. അപ്പം ഞാൻ ഓർത്ത ആ പേരയ്ക്കാണെങ്കിൽ ഈ ഒരു കുമ്പളങ്ങയുടെ വെയിറ്റിനെയൊക്കെ, ടെറസിലൊക്കെ ഉണ്ടാകുന്ന കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലുള്ള കുമ്പളം നട്ട് വലിയ മരത്തേലൊക്കെ കയറി കിടന്നുണ്ടാകുന്നത് പോലെ അത്രയ്ക്ക് വലുതൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ ഒരു ആവശ്യത്തിനുള്ള ചെറുതേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്നാൽ അത് ഈ പേരയ്ക്ക് താങ്ങാൻ കഴിയുമായിരിക്കും ഒരു കുമ്പളങ്ങയെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇത് പിന്നെ വേറൊരിനം ഓറഞ്ചാണേ, ഇസ്രയേലി ഓറഞ്ച് എന്ന് പറയും. ഇതുപോലെ കണ്ടോ ചെറിയ ചെറിയ കായ്കളാ. പക്ഷെ എപ്പോഴും തന്നെ ഇതിൽ പഴുത്തതുണ്ടായിരിക്കും. നമുക്ക് ജ്യൂസ് അടിക്കാൻ നല്ലതാ കേട്ടോ. ജ്യൂസ് അടിക്കുമ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട, തൊലിയോടെ ഇട്ടിട്ട് അടിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പുതിനയോ ഒക്കെ ചേർത്തിട്ട് ജ്യൂസ് അടിക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇസ്രയേലി ഓറഞ്ചിനും ചെറിയ പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മളെ പഞ്ചസാര ചേർത്തിട്ട് ജ്യൂസ് അടിക്കണം, അല്ലെങ്കിൽ തേനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചേർക്കാം. ഇതതുപോലെ ഉണ്ട് അരസാബോയി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഇതുപോലെ തന്നെ ഒരു സ്വർണ്ണപ്പഴം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഓറഞ്ചിൻ്റെ കൂടെ ഇതും കൂടി ഇട്ടിട്ട് ജ്യൂസ് അടിച്ചാൽ നല്ല കിടുക്കാച്ചി ജ്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല കൊഴുപ്പ് കാണും. ഇത് നമ്മുടെ എസ്കാർലറ്റ് മരമുന്തിരിയുടെ ഒരു കായാണേ. ഞാൻ ഇത് നല്ലോണം പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം കൂടെ ഇവിടെ നിർത്തിയാൽ കിട്ടത്തില്ല. ഈ കുരു ആർക്കെങ്കിലും വേണം, പഴുത്തു തുടങ്ങിയിട്ടുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് തരാം കേട്ടോ. അപ്പം ഞാൻ ഇത് സൂക്ഷിച്ചു വെച്ചേക്കാം. അതിലുണ്ട്. ഈ പാത്രത്തിനകത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഓറഞ്ച് കേട്ടോ. അതേക്കൂടി ഇപ്പം ബസളാച്ചീര ഇങ്ങനെ ചുവന്ന വള്ളിച്ചീര ഇങ്ങനെ പടർന്ന് കിടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അതല്ലേ ഇതുണ്ടോ ഇതുപോലെ ചെറിയ കായുണ്ട് കണ്ടോ. ഇതുപോലെ പഴുക്കാറായിട്ടുള്ളതുണ്ട്. അങ്ങനെ പല അളവിലുള്ള എപ്പോഴും തന്നെ നമുക്കൊരു ഓറഞ്ച് തരുന്ന ഒരു ഓറഞ്ച് ചെടിയാണ് ഇത്. ഇതാണ് എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പല പല വെറൈറ്റി ഓറഞ്ചുകളെ ഇപ്പോൾ കളക്ട് ചെയ്ത് തുടങ്ങി. കുറച്ചെണ്ണമൊക്കെ ആയത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും വ്യത്യസ്തമായ ഓറഞ്ചുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി നമുക്കൊരു ചെറിയ വിളവെടുപ്പ് നടത്താം. അവിടെ കോളിഫ്ലവർ ഒക്കെ വിളഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ അതും ഇതൊക്കെ സാധനങ്ങളുണ്ട്. നമുക്ക് വിളവെടുത്തിട്ട് കാണാം. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ എല്ലാം പഴുത്തത് കാണത്തില്ല. കണ്ടോ ചെറിയ ചെറിയ ചാമ്പയ്ക്ക പിടിക്കുന്നത് കാണാം. കണ്ടോ ഇത് ഇവിടെയൊക്കെ കണ്ടോ ചുമന്നതുണ്ട്. ഞാനിത് പറിച്ചെടുത്തിട്ട് കാണിക്കാവേ, അല്ലെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കണ്ടോ ഇത് ചെറുതാ. ഇനി അതിനകത്ത് 2-3 ഇനങ്ങൾ കിടപ്പുണ്ട്, പറിച്ചെടുക്കാൻ ഞാൻ. കണ്ടോ നല്ല കളർ വരും കേട്ടോ. ഇത് തന്നെ കുറച്ചുകൂടെ ചുമന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ കളർ വരാനിട്ടിരുന്നാലേ ഇത്രയും പോലും കിട്ടത്തില്ല. ഇത് നല്ല ചാമ്പയ്ക്കയാണേ, മധുര. അത് നോക്കൂ, എല്ലാ ചെറിയ കമ്പുകളുടെ അറ്റത്ത് വരെ കണ്ടോ പൂവിടുന്നുണ്ട്. ഇഷ്ടം പോലെ പൂ വരുന്നൊരു സമയമാണിത്. ഇത് നമ്മൾ ഇന്നാളെ മണ്ണും ഒക്കെ കൂട്ടിക്കൊടുത്ത ഒരു കോളിഫ്ലവർ ആണേ. ഇപ്പം ഇത് ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇതിനെ അങ്ങ് വിളവെടുക്കുക. പിന്നെ ഇത് മാത്രമല്ല, ഇത് നമ്മുടെ ഈ പ്രാവശ്യത്തെ കണ്ടോ ആദ്യമായിട്ട് വിളവെടുക്കുന്ന കോളിഫ്ലവർ ആണേ. പിന്നെ അവിടെ ഇവിടെയൊക്കെ കോളിഫ്ലവറിൻ്റെ ചെടി ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂവൊക്കെ ചെറുതായി അകത്തുനിന്ന് ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കഴിയണമായിരിക്കും നമുക്ക് കിട്ടണമെങ്കിൽ. പക്ഷെ ഞാൻ ഇതങ്ങ് വിളവെടുക്കുവാണേ. പലരും പറയും കോളിഫ്ലവറിൻ്റെ തണ്ടിനെ അവിടെ നിർത്തിയിരുന്നാൽ തൈകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും നടാന്നൊക്കെ പറയും. പറ്റുവാണെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതങ്ങ് എടുക്കുക. കണ്ടോ നല്ല കിടുക്കാച്ചിയല്ലേ, സൂപ്പറല്ലേ. ഞാൻ വേറൊരു സാധനം കൂടെ കാണിക്കാവേ. ഇതൊരിനം കുക്കുംബറാണേ, അർമേനിയൻ കുക്കുംബർ എന്ന് പറയും. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിട്ടുണ്ട്. കണ്ടോ ഇതിങ്ങനെ സൂപ്പറായിട്ട് തിന്നാം. മറ്റേ നമ്മുടെ കുക്കുംബറിനേക്കാൾ ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ കടകടാന്ന് ഒടിഞ്ഞു പോരുകയും ചെയ്യും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്, നല്ലതാണ്. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ബട്ടർനട്ടിന്റെ വിത്ത് ഞാൻ പാകി മുളപ്പിച്ച് ചെറുതായിട്ട് ഇല വന്നപ്പോൾ തൊട്ടേ നിങ്ങളെ കാണിച്ചതാണ്. ഇത്രയും വള്ളി വീശിയപ്പോൾ തന്നെ കായ ഉണ്ടായി തുടങ്ങുന്നുണ്ടോ. കണ്ടോ
ഇതേപോലെ ഇനി മുട്ടിന് ഉണ്ടായി തുടങ്ങും. ഇഷ്ടംപോലെ കായ്കൾ ഉണ്ടായി കിട്ടുന്ന ഒരു സാധനമാണ്. ബട്ടർനട്ടിന്റെ വിത്ത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും വേഗത്തിൽ മെസ്സേജ് ഇട്ടോണം കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതിപ്പോൾ അതിൻ്റെ ഒരു നല്ല സമയമാണ്. ഇത് നമ്മുടെ കൊത്തമരയാണേ. കണ്ടോ, താഴെ മുതലേ കായ്കൾ ഇങ്ങനെ പിടിച്ച് വരുവാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഓരോന്നോരോന്ന് വിളവെടുക്കാം. കണ്ടോ, നല്ല സൂപ്പറായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ഇത്രയും ഇങ്ങനെ ഇളത്തയായിരിക്കുമ്പോഴേ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ തോരൻ വെക്കുവോ മെഴുക്ക് പുരട്ടി വെക്കുവോ ഒക്കെ ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് കൊത്തമര. കൊത്തമരയുടെ വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോണം, തരാം. അപ്പോൾ ഇത് 5-6 ഞാൻ പറിച്ചുള്ളൂ. ബാക്കി ഇത് ഉണ്ടായി തുടങ്ങുന്നുള്ളൂ. ഉണ്ടാകട്ടെ. ഇതുണ്ടോ, കുറച്ച് വാളമരയുണ്ട്. നമ്മൾ പലപ്പോഴും ഈ വാളമരയെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ വാളമര ചെറിയ കുറച്ച് കായകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ ഇങ്ങനെ പറിച്ചെടുക്കാവേ. ഇത് കണ്ടോ, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കത് ഇതുപോലത്തെ ഒരു, ശരിക്കും പറഞ്ഞാൽ ഈ 4 എണ്ണം മതി ഒരു തോരൻ വെക്കാൻ എന്ന് പറയുന്നത്. ഇത്രയും വാളമര പറിച്ചേ. ഇനി നമ്മുടെ സാലഡ് കുക്കുംബറിൻ്റെ അടുത്ത് വല്ലതും ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. 1-2 കുക്കുംബർ ഉണ്ടായിട്ടുണ്ടേ. അത് നമ്മൾ 2 ദിവസത്തിന് മുമ്പുള്ള വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ചെറുതായിട്ടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിൽ 1-2 എണ്ണം വിളവെടുക്കുകയും ചെയ്തതാണ്, കുഞ്ഞായിട്ട് കിടക്കുന്നത്. നല്ല സൂപ്പർ കുക്കുംബറാണ് കേട്ടോ. പിന്നെ ഇത് 2ൻ്റെ കൂടെ ഇത് കണ്ടോ, ഇത് സ്നോ വൈറ്റ് ആണ്. ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്ന വിത്തുകളാണ്. ഇത് ഞാൻ വെറുതെ മണ്ണിലേക്ക് പാകിയതാണ്, പാകി മുളപ്പിച്ചിട്ട് നട്ടതല്ല. സാധാരണ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാകി മുളച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് മാറ്റി നടാറ്. ഇത് വെറുതെ കൊണ്ടുപോയി മണ്ണിലിട്ടാലും ഉണ്ടാവും. ഇതാണ് പീനട്ട് ഫ്രൂട്ട്. കണ്ടോ, ഇതാണ് പീനട്ട് ഫ്രൂട്ട്. ഇത് നമുക്ക് തൊലിയൊന്നും കളയണ്ട. ഇതിപ്പം വിഷം അടിക്കാത്തതായ കാരണം നമുക്ക് നേരിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കഴുകിയിട്ട് കഴിച്ചോണം. ഇത് തിന്നുമ്പം നിലക്കടലയുടെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഈ കളറോട് കൂടിയാണ് ചെറിയൊരു മധുരവും കാണും. അല്ലെങ്കിൽ ചെറിയ പച്ചയായിരിക്കുന്ന സമയത്താണ് നമുക്കിതിനെ പറിച്ച് കറി വെക്കാം. ഒരു പാവയ്ക്ക ഉണ്ടേ. പാവയ്ക്കകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നുള്ളൂ. ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാവേ. ബാ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇവിടെ രുദ്രാക്ഷ പാവയ്ക്ക ഉണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പം എന്തേ 3ഉം അവിടെ 2, 5 എണ്ണം ഇവിടെ 5-6 ഇഷ്ടംപോലെ ഉണ്ടാകും കേട്ടോ. ഇത് ചെറുതായതുകൊണ്ട് നമ്മൾ തുരുതുരാന്നുണ്ടാകും. കുറേ എണ്ണം വേണ്ടി വരും നമുക്കൊരു കറി വെക്കണേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കായ പറിച്ചിട്ടിനി പുതിയ തൈ ആക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ഇത്രയും വിത്തുകളുണ്ട്. ഇതിനെ നമുക്ക് എവിടോട്ടേലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ തൈയായിട്ട് കിളുത്ത് വന്നോളും. ഇത് എവിടോട്ടിടാൻ പോവാണേ. കയ്യോടെ കിടക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വാളമരയുടെ ചോട്ടിലെ മണ്ണാണ്. അവിടോട്ട് ഇതേ മുഴുവനും കൂടി ഇടുവാണേ. എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 2-3 തൈ ആയിരിക്കും കിളുക്കുന്നത്. ഉള്ളം ഉണ്ടാകട്ടെ. ഇത് നമ്മുടെ ഒരു തക്കാളിയുടെ ചെടിയാണേ. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടാവും. അതിപ്പോൾ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകതയാണ് ശരിക്കും. അപ്പം തക്കാളി നട്ടുപിടിപ്പിക്കാത്തവരൊക്കെ ഇപ്പം നട്ടുപിടിപ്പിച്ചോണം. ഇഷ്ടം പോലെ തക്കാളി ഉണ്ടായി കിട്ടുന്ന ഒരു സമയമാണ്. ഈ തക്കാളിയുടെ കനം കൊണ്ടാണ് കണ്ടോ ഈ ചെടി ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് ഇതേലോട്ട് കമ്പയിലോട്ടൊന്ന് കൂട്ടിക്കെട്ടി കൊടുക്കാം. ഇത് വെച്ചിട്ടൊന്ന് ഇവിടോട്ടൊന്ന് ഉടക്കി കൊടുക്കാം കേട്ടോ. നിവർന്ന് നിൽക്കുന്നിടത്തോളം നിൽക്കട്ടെ. തക്കാളി നട്ടുപിടിപ്പിക്കാത്തവരൊക്കെ ഇപ്പം തക്കാളി നട്ടുപിടിപ്പിച്ചോണം. നല്ല വിളവ് കിട്ടും. പഴുക്കാൻ തുടങ്ങിയില്ല. അവിടെ ഇവിടെയൊക്കെ ഇവിടെ 1-2 തക്കാളി പഴുത്തു തുടങ്ങിയതേ ഉള്ളൂ. കൂടുതൽ എണ്ണം പഴുത്തു തുടങ്ങിയിട്ടില്ല. കാലാവസ്ഥയുടെയൊക്കെ വ്യത്യാസമായിരിക്കും ആ കാണുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വളമിട്ട് മണ്ണിട്ട് കൂടിക്കൊടുത്ത ഇതുണ്ടോ, മണ്ണ് കണ്ടോ, ഇങ്ങനെ വളവും മണ്ണും കൂടെ കൂട്ടിയിട്ട് കൊടുത്ത ഒരു കോളിഫ്ലവർ ആണ്. കണ്ടോ, നല്ല ശക്തിയായിട്ടാണ് ഇലയൊക്കെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വിചാരിക്കാം നല്ല വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ ഇതിനകത്തുനിന്ന് ഉണ്ടായി കിട്ടും. പിന്നെ ഇത് 2 കാബേജാണ്. ഇതിനേക്കാൾ ചെറിയ വളർച്ചയായ 2 കാബേജും കൂടെ. അങ്ങനെ അത്രയും കാബേജിൻ്റെ തൈകളെ ഞാൻ നട്ടിട്ടുള്ളൂ. കാരണം കാലാവസ്ഥയെ ഞങ്ങൾ അതുപോലെ നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ കോട്ടയം പോലത്തെ ഭാഗത്ത് കാബേജ് വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമുക്കിത് ഈ ഒരു പാത്രം പൊട്ടിപ്പോയതാണേ. ഇതിനകത്തെ മണ്ണിനെ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കണം. പണ്ട് അതിനകത്ത് ചേമ്പ് ഉണ്ടായിരുന്നതാ, ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പം തിരുവാതിര വരുമല്ലേ. അപ്പം നമുക്ക് തിരുവാതിര പുഴുക്ക ഉണ്ടാക്കാൻ ഒരു ചേമ്പ് കഷ്ണയിലും കിട്ടുമോയെന്ന് നമുക്ക് നോക്കാം. അതെ, ഇതുപോലെ പടവലം വളരുമ്പം കണ്ടോ, ഇത് പടവലമാണേ. കുഞ്ഞു പടവലം വളർന്നു കയറുന്നതാണ്. ഇപ്പം ഈ ഇടയ്ക്കൂന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ബ്രാഞ്ചുകളെ മുറിച്ച് കളഞ്ഞോണം, അല്ലെങ്കിൽ നല്ല കരുത്തുള്ള കായ്കൾ ഉണ്ടാകത്തില്ല. ഇപ്പം ഇവിടെ ഈ കണ്ടോ ചെറുതായിട്ട് വിരിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ പടവലത്തിൻ്റെ കായ്കളൊക്കെ താഴെ കാണാനുണ്ട്. നമുക്ക് അടുത്ത ദിവസമൊക്കെ ആയിട്ട് വിളവെടുക്കുമ്പം കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് വിളവെടുത്തത്. അപ്പം ടെറസയിലുള്ള വ്യത്യസ്തമായ തരത്തിലുള്ള ഓറഞ്ചിൻ്റെ ചെടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓറഞ്ചിൻ്റെ ചെടികളെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നല്ലോ.
അപ്പോൾ നമ്മൾ ഈ പുതുതായി മേടിച്ചിരിക്കുന്ന 2 ഇനം ഓറഞ്ച് ഉണ്ട്. അതിനെ നമുക്ക് നട്ടുപിടിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത്, എങ്ങനെ നട്ടുപിടിപ്പിച്ചാലാണ് നന്നായി ഓറഞ്ച് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച പൂച്ചെടികളില്ലേ, അതൊക്കെ താഴെ ഇരിപ്പുണ്ട്. ചിലതിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ലതും ഉണ്ട്, ചീത്തയും ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളെ മറ്റൊരു വീഡിയോയിൽ കൂടെ അത് കാണിച്ചും തരാവേ.